മാർച്ച് 4-ന് വടക്കുകിഴക്കൻ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്താണ് ക്രൈസ്തവ കൂട്ടക്കൊല അരങ്ങേറിയത്. ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശം ആക്രമിച്ച ഇസ്ലാമിക തീവ്രവാദികൾ 200ഓളം പേരെ കൊലപ്പെടുത്തുകയും 300ഓളം പേരെ തട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു. ഗുവാസ ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ എൻഗോഷ്യ പട്ടണത്തിനടുത്തുള്ള നൈജീരിയൻ ആർമി ബേസും തീവ്രവാദികൾ ആക്രമിച്ചു. ആക്രമണത്തിൽ 50ഓളം സൈനികർ കൊല്ലപ്പെട്ടു. ഡസൻ കണക്കിന് ക്രൈസ്തവരെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്ത് കൊന്നതെന്ന് പ്രദേശവാസികൾ ട്രൂത്ത് നൈജീരിയയോട് പറഞ്ഞു. ഗ്രാമത്തിലെ എല്ലാ ദേവാലയങ്ങളും അഗ്നിക്കിരയാക്കുകയും വിദ്യാലയങ്ങൾ, പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ആക്രമിക്കുകയും ചെയ്തു. അവിശ്വാസികളെ കൊലപ്പെടുത്തിയതായി അലറി വിളിച്ചുകൊണ്ടുള്ള അക്രമികളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു. കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഇതുവരെയും ഒരു തീവ്രവാദ സംഘടനയും ഏറ്റെടുത്തിട്ടില്ല. ഗ്വാസ LGA ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അനുബന്ധ സംഘടനയായ ബോക്കോ ഹറാമിന്റെ കൈവശമായിരുന്നു. 2014 ഓഗസ്റ്റ് മുതൽ 2015 ഏപ്രിലിൽ അഡ്മിനിസ്ട്രേഷൻ പ്രദേശം തിരിച്ചുപിടിക്കുന്നതുവരെ ഖിലാഫത്തിന്റെ ഭാഗമായി അവകാശപ്പെട്ടിരുന്നു. നിരവധി താമസക്കാർ സമീപ പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് തിരിച്ചെത്തിയത്. ആക്രമണങ്ങളിൽ പലരും വീണ്ടും പലായനം ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.